ശ്യാംരാജ്, അവസാനം ഒന്ന് അങ്ങയിലേക്ക് വരികയാണ്. ഈ കേരളത്തിൽ ഒഴികെ ബാക്കി പലയിടത്തും മെസ്സി എത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടു. കൽക്കട്ടയിൽ ഡിസംബർ 13 എത്തുന്നു, ഹൈദരാബാദിൽ ഡിസംബർ 14, മുംബൈയിൽ ഡിസംബർ 14, 15 തീയതികളിൽ, ന്യൂഡൽഹിയിൽ ഡിസംബർ 15. അങ്ങനെ 4 ഇടത്ത് മെസ്സി എത്തുന്നുണ്ട്. അപ്പോൾ 126 കോടി രൂപ ഈ ഫുട്ബോൾ ക്ലബിന് നൽകിയിട്ടും വന്നില്ല എന്ന് പറയുന്നത് അതിലേതെങ്കിലും വിധത്തിലുള്ളൊരു അടിസ്ഥാനം ഉണ്ടാകുമോ? ഈ പണം കൊടുത്തതൊക്കെ, ഈ പണം കൊടുത്തതിൻ്റെ തെളിവ് പോലും വന്നിട്ടില്ല. അപ്പോൾ ഈ പണം കൊടുത്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? മൊത്തത്തിൽ കേരളത്തെ പറ്റിക്കുകയായിരുന്നില്ല ഇവർ ചെയ്തത്? അല്ല, അത് തന്നെയാണ്. നിങ്ങളൊന്ന് ആദ്യം ആലോചിച്ചു, ഈ മെസ്സി വിഷയം, മെസ്സിയെ കൊണ്ടുവരുമെന്ന് കേരളത്തിൽ ആദ്യം പറയുന്നതാണ്. അവിടെ തൊട്ട് തുടങ്ങുകയാണ്. ഇത് ചെറിയൊരു അഴിമതിയൊന്നും അല്ലെന്ന്, ഇതൊരു വലിയ കൊള്ളയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത് എന്ത് ധൈര്യത്തിലാണ് ഇവർ ഇത്തരത്തിലുള്ളൊരു കൊള്ളയുമായിട്ട് സർക്കാരും ഈ ആൻഡ്രോയൊക്കെ ഇറങ്ങിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇന്ത്യയിലേക്കല്ല, കേരളത്തിലേക്ക് മെസ്സിനെ കൊണ്ടുവരുമെന്ന് ആദ്യം പറയുന്ന ആരാണ്? അത് ഗോട്ടാഡ് ഗ്ലോബൽ കമ്പനിയാണ്. ഗോട്ടാഡ് ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയാണ്. അവരുടെ മൂലധനം എത്രയാണ്? 1 ലക്ഷം രൂപ മൂലധനമുള്ള ഗോട്ട് ആഡ് ഗ്ലോബൽ എന്ന് പറയുന്ന 1 ലക്ഷം. ആ കമ്പനി വന്നിട്ട് പറയാണ്, ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരും, സർവ്വ ചെലവ് എടുക്കുന്ന. ആലോചിച്ച് ഇപ്പൊ നമ്മൾ ഇപ്പൊ 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പറ്റൂ? അപ്പൊ അങ്ങനെ പോലും ഇല്ലാത്തപ്പോ ഡയറക്റ്റ് വന്നിട്ട് മെസ്സിയെ കൊണ്ടുവരും എന്ന് 1 ലക്ഷം രൂപയുടെ മൂലധനമുള്ള കമ്പനി കേരളത്തിന് മുമ്പിൽ പറയണമെങ്കിൽ ആ കമ്പനിക്ക് പിന്തുണ കൊടുക്കാൻ ഒരു പിന്തുണ ഉണ്ടാവണമല്ലോ. ആ പിന്തുണ എന്ന് പറയുന്ന പിണറായി വിജയന്റെ സർക്കാരാണ്. ആ പിന്തുണ എന്ന് പറയുന്ന വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പെരുങ്കള്ളനാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? അടുത്ത സ്റ്റെപ്പ് വീണ്ടും ഈ ആൻഡോ അടക്കമുള്ള ഈ റിപ്പോർട്ടർ ചാനൽ, അവരുടെ ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ വരുമ്പോൾ അവരുടെ അഡ്രസ്സും ഈ പറയുന്ന ഗോട്ടാഡ് ഗ്ലോബലിന്റെ അഡ്രസ്സും ഒരേ അഡ്രസ്സാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആദ്യം വന്നിട്ടുള്ളത് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിന്റെ ആളുകൾ തന്നെയാണ്. അവർ വന്നിട്ടുള്ള ഒരു വ്യാജ കമ്പനിയുടെ പേരിൽ വന്നിട്ടുള്ളതാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അവിടെ മുതൽ തുടങ്ങുകയാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ കൊള്ള എന്ന് പറയുന്നത്. അവിടെ എന്നിട്ട് എന്താണ് ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്തൊക്കെയായിരുന്നു വന്നിട്ട് പറയുന്നത്? എന്താ കേന്ദ്ര സർക്കാർ അറിഞ്ഞില്ല? കേന്ദ്ര സർക്കാർ എന്തറിഞ്ഞു? കേന്ദ്ര സർക്കാർ ഒന്നും, കേന്ദ്ര സർക്കാരിലെ ജനങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, ഈ കാര്യം നമ്മൾ 1.5 മണിക്കൂറായിട്ട് ചർച്ച ചെയ്യല്ലേ, ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് പറയാൻ വേണ്ടി പറ്റുമോ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് പണം കൊടുത്തു എന്നുള്ളതിന്റെ എന്തെങ്കിലും തെളിവ്? വളരെ സിമ്പിൾ ചോദ്യമാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് പണം കൊടുത്തു എന്നുള്ളതിന്റെ എന്തെങ്കിലും തെളിവ് ഇവർക്ക് ഇതുവരെ ഹാജരാക്കാൻ വേണ്ടി പറ്റുമോ? ഹാജരാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഏതൊക്കെയോ സോഷ്യൽ മീഡിയയിൽ വന്നു എന്നൊക്കെ പറയുന്നത്, സോഷ്യൽ മീഡിയ വന്നതാണ് തെളിവ്. ഒരു സാമാന്യ ബോധമൊക്കെ ഉണ്ട്. നമ്മളൊരു വാദം ഉന്നയിക്കുമ്പോൾ ഒരു സാമാന്യ ബോധമൊക്കെ ഉണ്ട്. എവിടെയാണ്? വളരെ സിമ്പിൾ അല്ല. 136 കോടി ചെറിയ തുകയാണോ? ഇവിടെ ഇവർ പറയുന്നു 136 കോടി കൊടുത്തു എന്ന് പറയുന്നു, ആൻഡോ പറയുന്നു. അങ്ങനെയെങ്കിൽ അതിന്റെ രേഖ എവിടെ നിന്ന് എങ്ങോട്ടാണ് കൊടുത്തത്? ഇനി ഒരു കാര്യം കൂടി പറയാം. ഇവിടെ ഇടനിലക്കാരായിട്ടാ ഇവിടെ നിന്ന് ഡോളർ, ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാട്ടോ, ഇന്ത്യയിൽ നിന്ന് ഡോളറാണ് അയച്ചിട്ടുള്ളത്. ആർക്കയച്ചു? ടൂർ പ്രോഡ് എന്റർപ്രൈസസ് എന്ന് പറയുന്ന കരിമ്പട്ടികയിൽ പെടുത്തിയിട്ട് FBI അന്വേഷിക്കുന്ന കമ്പനിക്ക് ആണ് അയച്ചു കൊടുത്തിട്ടുള്ളത്. അവർ ഓൾറെഡി അന്വേഷണം നേരിടുന്നവരാണ്. അവർക്കാണ് ഈ ഡോളർ അയച്ചു കൊടുത്തുള്ളത്. ആരും ടൂർ പ്രോഡ്, പേര് ഫ്രോഡ് മാറി അയച്ചു കൊടുക്കുന്നത്. ആ പണം അയച്ചു കൊടുക്കുന്നത് എന്തിനാണ്? ആളുകളുണ്ടായിരിക്കും. അവിടെ തുടങ്ങാണ്. ആ പണം അയച്ചു കൊടുത്തു. എന്നിട്ട് അവിടം വരെ ഇവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് പണം എത്തിയെന്ന് ഇവർ അംഗീകരിക്കാത്ത എന്താ? അല്ല, അതിന് തെളിവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റാത്ത എന്താ? ഒരു തെളിവ് ഇവരുടെ കയ്യിലില്ല. എന്നിട്ട് പിന്നെ ഒരു കാര്യം, വി അബ്ദുറഹ്മാൻ, ഈ ഇന്ത്യ മഹാരാജ്യ ഒരു സ്പോർട്സ് മിനിസ്റ്റർക്ക് മറ്റൊരു രാജ്യത്തിന് പോകണമെങ്കിൽ അതിനൂടെ വലിയ പാടൊന്നുമില്ല. അതിനൂടെ കേന്ദ്ര സർക്കാരിന് റൂട്ട് മാപ്പ് അയച്ചു കൊടുക്കൊന്നും വേണ്ട. അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൊന്നും വേണ്ട. ഇവിടെ മറ്റെല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരിനെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചിട്ട്, ജനങ്ങളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചിട്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വരുമെന്ന് നമ്മളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചു എന്ന്.